നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി യുവാവ് അർജുനു വേണ്ടി അടക്കമുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൻ്റെ തീരുമാനം മറ്റന്നാൾ എടുക്കുമെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. നിലവിൽ വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് 5.4 നോട്ട് വേഗതയിലാണ്. ഈ വേഗതയിൽ ഡ്രഡ്ജിങ്ങിനോ ഡൈവിങ്ങിനോ പറ്റില്ല. പുഴയിലെ ഒഴുക്കിൻ്റെ വേഗം 3.5 നോട്ടെങ്കിലും എത്തിയാൽ ഡ്രഡ്ജിങ്ങിന് ശ്രമിക്കാമെന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരാൾ ഇറങ്ങി തിരയാൻ സുരക്ഷിതമായി 2 നോട്ടായി പുഴയുടെ ഒഴുക്കിൻ്റെ വേഗം കുറയണം. അടുത്ത ഒരാഴ്ച കാലാവസ്ഥ അനുകൂലമാണ് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. കഴിഞ്ഞ 2 ദിവസമായി ഗംഗാവലി പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് മഴ ഉണ്ടായില്ല എന്നതും ആശ്വാസകരമാണ്. അതിനാൽ പുഴയുടെ ഒഴുക്ക് കുറയുന്നുണ്ട്. മറ്റന്നാൾ ചൊവ്വാഴ്ചയോടെ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞാൽ അടുത്ത നടപടി തീരുമാനിക്കാമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഗംഗാവലി പുഴയിലെ ഒഴുക്ക് ശക്തമായതിനാലാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെച്ചത്. പ്രദേശത്ത് മഴയും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. വിഷയത്തിൽ കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇടപെട്ടിരുന്നു. തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനിടെ അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുൻ്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം ഉറപ്പ് നൽകി. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അർജുൻ്റെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത്. ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ കർണാടക സർക്കാർ ആരംഭിക്കുന്നില്ല എന്ന പരാതിക്കിടെയാണ് വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി മുഖ്യമന്ത്രി രേഖാമൂലം അർജുൻ്റെ കുടുംബത്തെ അറിയിച്ചത്. അതേസമയം ഗംഗാവലി പുഴയിലെ ഒഴുക്ക് കുറയുന്നതായി കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി AKM അഷ്റഫ് MLA അറിയിച്ചു. നാവികസേനയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ 5 നോട്ട് വേഗതയ്ക്ക് മുകളിലാണ് ഗംഗാവലി പുഴ ഒഴുകുന്നത്. ഇത് 2 നോട്ട് വേഗതയിലായാൽ ദൗത്യം വീണ്ടും തുടങ്ങാം എന്നാണ് കരുതുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ പുഴയുടെ ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞാൽ തെരച്ചിൽ നടത്താൻ സാധിക്കും. കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും കാർവാർ നാവികസേന ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ച് തിരച്ചിൽ രീതി ആലോചിക്കാം. പുഴയിലെ ഒഴുക്ക് കുറയുന്നതിന് അനുസരിച്ച് 2 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കാമെന്ന ഉറപ്പ് കിട്ടിയതായും AKM അഷ്റഫ് MLA കൂട്ടിച്ചേർത്തു. MLA മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഓഫീസറെ ബംഗളൂരു വിധാൻ സഭയിലെത്തി കണ്ടിരുന്നു. അതേസമയം കർണാടകയിലെ ഷിരൂരിൽ കുന്നിടിഞ്ഞ് മരിച്ചവരുടെയും കാണാതായ അർജുൻ്റെയും കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ദേശീയപാത നിർമ്മാണ കമ്പനി തയ്യാറാകണമെന്ന് കർണാടക ബ്രഹ്മശ്രീ നാരായണ ഗുരു പീഠം മഠാധിപതിയും ആര്യ ഇടിക രാഷ്ട്രീയ മഹാമണ്ഡലി അഖിലേന്ത്യാ അധ്യക്ഷനുമായ സ്വാമി പ്രണവാനന്ദ ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചതാണ് കുന്നിടിച്ചിലിന് കാരണമായത്. ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. കമ്പനിക്കെതിരെ സുപ്രീം കോടതിയിൽ പരാതി നൽകും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അർജുനു വേണ്ടി കർണാടകയിൽ എത്തിയ മാധ്യമപ്രവർത്തകരെയും രക്ഷാപ്രവർത്തകരെയും ഓഗസ്റ്റ് 25-ന് കർണാടകയിലെ മഠത്തിൽ വെച്ച് ആദരിക്കുമെന്നും സ്വാമി പറഞ്ഞു. അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ തുടക്കം മുതൽ തന്നെ പല രീതിയിലുള്ള അനിശ്ചിതത്വങ്ങളാണ് ഉണ്ടായത്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർന്നു. ആദ്യം മണ്ണിനടിയിലാണ് അർജുനും ലോറിയുമെന്ന് പറഞ്ഞു. തുടർന്ന് പുഴയിലാണ് എന്ന് മനസ്സിലായി. പുഴയിൽ ലോറി കണ്ടെത്തിയെന്ന് പറഞ്ഞു. ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ലോറി ഇപ്പോൾ എവിടെയുണ്ട് എന്ന് പോലും കൃത്യമായി അറിയില്ല. ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടാകും എന്നുള്ള സംശയം പറഞ്ഞു. അർജുൻ പുറത്തേക്ക് ഒഴുകിപ്പോയിരിക്കാം എന്നുള്ള സംശയം പറഞ്ഞു. അർജുൻ ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായത് എന്ന തരത്തിലൊക്കെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളും വാർത്തകളും ചർച്ചകളും വിവാദങ്ങളും അടക്കം പുറത്തു വന്നിരുന്നു. എന്തായാലും തിരച്ചിൽ ചൊവ്വാഴ്ച ആരംഭിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോ ഇനി ചൊവ്വാഴ്ച ഈ ഒരു കാര്യത്തിൽ തീരുമാനമാവുകയുള്ളോ, ബുധനാഴ്ച ആയിരിക്കുമോ തിരച്ചിൽ ആരംഭിക്കുക എന്നറിയില്ല. എന്തായാലും വരും ആഴ്ചകളിൽ കാലാവസ്ഥ പ്രദേശത്ത് തെളിഞ്ഞു നിൽക്കും എന്നാണ് റിപ്പോർട്ടുകൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്.